പിന്നെ വേറെ സംഭവം ഇപ്പോൾ ഒറ്റ മൈൻഡ് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ മുടി വെട്ടാൻ പോയി വിചാരിച്ചോ, അവിടെ വരുന്ന സംഭവമാണ് ബംഗാളികളായിട്ടുള്ള ബാർബർമാർ. ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ വണ്ടി ഹെൽമെറ്റ് ഇട്ട് ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ടൈമിൽ തല ഭയങ്കരമായിട്ട് ചൊറിയുന്നു, ഭയങ്കര മുടിയാണ്, ഭയങ്കര ഇറിറ്റേഷൻ. ഒറ്റ മൈൻഡ് മുടി വെട്ടാൻ അമ്മയെ വിളിച്ചു, അമ്മ പൈസ അയക്കി പറഞ്ഞു, പൈസ അയച്ച് മുടി വെട്ടാൻ പോയി. അയാൾക്ക് ഞാൻ മറ്റേ എന്താ പറയാ ബസ് കട്ട് അടിക്കണം പറഞ്ഞു, ഫോട്ടോ കാണിച്ചു കൊടുത്ത അയാൾക്ക്. ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്ത അയാൾ കണ്ട് ഓക്കെ പറഞ്ഞ് വെട്ടിക്കഴിഞ്ഞ് മുമ്പി ആ ഫോട്ടോ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇയാൾ ഇങ്ങനെ ഒരു സ്റ്റമ്പ് മാത്രം ഇട്ട് സൂപ്പർന്ന് ഒരുമാതിരി വൃത്തി. നമ്മൾ പറയുന്നതാണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല, അത് വേറൊരു കാര്യം. ഇപ്പൊ ഈ വെട്ടം മൂന്ന് എല്ലാവർക്കും ഹിന്ദി അറിയണമെന്നില്ലല്ലോ, ഒരുമാതിരി ചളിയാക്കി വെട്ടി തന്നു. അതേപോലെ തന്നെ ഞാൻ പോയപ്പോഴും ഞാൻ അയാളോട് ചോദിച്ചു എന്താ വെട്ടിണ്ട് ചോദിച്ചു, അങ്ങനെ ചോട്ടാക്ക് വെറുതെ പറഞ്ഞത്. അയാൾക്ക് മനസ്സിലായി ചോട്ട പറയുമ്പോൾ ഇപ്പം എങ്ങനെ ചോട്ട, അപ്പം ഏത് മോഡലാണ്. അപ്പം എനിക്ക് മനസ്സിലായി അയാൾക്ക് ഒന്നും അറിയില്ല മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും എന്തൊക്കെ എനിക്ക് അറിയാമെന്ന് ചോദിച്ചു. പറഞ്ഞു പോലീസ് കട്ട്. പോലീസ് കട്ട് എന്തെങ്കിലും ചെയ്താൽ പോലീസ് കട്ട് നമുക്ക് ചെറുപ്പത്തിൽ ഓർമ്മയുള്ള പോലീസ് കട്ടാ. ഇയാളെ കണ്ട് കുറക്കൽ തുടങ്ങി, കുറച്ച് വരെ എന്താ പറയുക, ഈ മറ്റേ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അവസ്ഥയില്ലേ, ആ അവസ്ഥയിൽ തൊട്ടടുത്ത് എത്തിച്ച്. അപ്പോൾ തന്നെ അപ്പോഴാണ് മറ്റേ എൻ്റെ കൂടെ വന്ന് ഒരുത്തുണ്ടായിരുന്നത്. അവൻ കണ്ടടാ മധുര പറഞ്ഞോട്. കാരണം നമുക്കൊരു സംഭവം ഉണ്ട്, നമ്മൾ ബാബർ ഷോപ്പിൽ മറ്റേ ഇയാൾ വെട്ടുമ്പോൾ നമുക്ക് പറയാൻ തോന്നൂല, നിർത്താൻ പറയാൻ തോന്നൂല, നമുക്ക് പറ്റില്ല. നമ്മളെന്തോ ഒരു സംഭവം ഉണ്ട്, എന്താണെന്ന് മനസ്സിലാവില്ല. നമുക്ക് മുടി ഇനിയും കുറഞ്ഞാൽ കൊള്ളാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മളുണ്ടാവുക ചിലപ്പോ. നമുക്ക് പറയാൻ തോന്നില്ല, നമ്മളിങ്ങനെ എങ്ങനെ ഇരുന്ന് പോയി. കാരണം എനിക്കത്ര കുറക്കണമെന്നില്ല, ഇയാളിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക. ശരി, ഇവൻ പറഞ്ഞപ്പോൾ അയാൾക്ക് എന്തോ തോന്നിയിട്ട് അയാൾ നിർത്തി, എതിരായ പരിപാടി വെച്ചു. പിന്നെ ഈ ഒരു ബംഗാളികളുടെ മെയിൻ പ്രശ്നം എന്താണെന്നറിയാം, ഇവർക്ക് ഹിന്ദി അറിയൂല, നന്നായിട്ട് ഹിന്ദി അറിയൂല, മലയാളം അറിയൂല. ആ ഒരു രണ്ടും ബംഗാളികളല്ല, അവര് വേറെ ഏതൊക്കെ ബീഹാർ ഏതൊക്കെ സംഭവം തോന്നുന്നു. ആ ഒരു നമ്മള് ഹിന്ദി പറയും ചോട്ട ചോട്ട, ആൾക്കാർ എന്താണെന്ന് പോലും അറിയില്ല പലർക്കും.